മുതിർന്ന ഹമാസ് കമാൻഡർ റായിദ് സഅദിനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയെ വിമർശിച്ച അമേരിക്ക. വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിക്ക് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനം ഗസ സമാധാന പദ്ധതിക്ക് ഭീഷണിയാണെന്ന് ഹമാസും മുന്നറിയിപ്പ് നൽകി. അതിനിടെ പ്രകൃതിക്ഷോഭം മൂലം കടുത്ത ദുരിതത്തിലായ ഗസ നിവാസികൾക്ക് ഇനിയും സഹായം അനുവദിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ശക്തി സംഭരിക്കാനുള്ള ഹമാസിന്റെ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. MC നാസർ വിവരങ്ങൾ നൽകും. MC, ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിൽ എത്ര ശക്തമായ പ്രതിഷേധമാണ് അമേരിക്ക ഇസ്രായേലിനെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത്? വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തെ, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, സൈനിക മേധാവി എന്നിവരെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിസ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ചില ഇസ്രായേൽ മാധ്യമങ്ങളും അമേരിക്കയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കാരണം ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയും 2 മാസത്തിലധികമായി തുടരുന്ന ഈ വെടിനിർത്തലിൻ്റെ ഒരു തുടർച്ച രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ മുന്നോട്ട് നീക്കാനാണ് ഈ വൈറ്റ് ഹൗസിലെ നിർണായക ചർച്ച വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെയായി അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തിരക്കിട്ട ചർച്ചകൾ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഹമാസിന്റെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ ഒക്ടോബർ 10-ന് നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ആക്രമണം നടത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. റായിദ് സഅദിയുടെ കൊല നടന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഗസ സിറ്റിയിൽ അദ്ദേഹവും 5 പേരും സഞ്ചരിച്ചിരുന്ന കാറിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയാണ് ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയത്. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ച ഈ നടപടിയിൽ ഹമാസ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളെയാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കാരണം പിന്നിട്ട 2 മാസത്തിലധികം നീണ്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ 800-ലധികം തവണയാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 400-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി, 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഗസയിൽ ഈ ഒരു വെടിനിർത്തലിലൂടെ ലക്ഷ്യം വെച്ച പലതും ഇനിയും നടപ്പാക്കാനോ അതിനുള്ള അനുമതി നൽകാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഉപകരണങ്ങളും താൽക്കാലിക താമസ സംവിധാനങ്ങളും ഗസയിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥ ഇതുവരെ പാലിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. വളരെ പ്രതികൂലമായിട്ടുള്ള പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്ത്, 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള വംശഹത്യാ പദ്ധതി മറുഭാഗത്ത്. ഇതിനിടയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ അതിസങ്കടകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തങ്ങുന്ന ഘട്ടത്തിലും അന്തർദേശീയ സമൂഹം ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇക്കാര്യത്തിലും അമേരിക്കയെ മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചതിനോട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ നടത്തും. കാരണം അത് തങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമാത്രമല്ല, ഈ 2 കൊല്ലം പിന്നിട്ട യുദ്ധാനന്തരം ഹമാസ് കൂടുതൽ സൈനികമായിട്ട് ശക്തി സംഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റായിദ് സഅദിനെ കൊലപ്പെടുത്തിയതെന്ന ഒരു വിശദീകരണം കൂടിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഗസ സമാധാന പദ്ധതിയുടെ ഒരു നിലവിലൊരു അവസ്ഥ എങ്ങനെയാണ്? പുരോഗതിയുണ്ടോ? ദിവ്യ, തീർച്ചയായിട്ടും പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയും വലിയ തിരിച്ചടികളും പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹമാസ് പോലും വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകളിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങൾ നിരായുധീകരണം ഇതിനെ തത്വത്തിൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് ഈ ആക്രമണം തുടരുകയും ഫലസ്തീൻ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അക്കാര്യത്തിലും തങ്ങൾ പുനരാലോചന നടത്തും, തങ്ങളുടെ
ആയുധങ്ങൾ അത്ര എളുപ്പത്തിൽ കൈമാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളെ പിന്നെ ഹമാസ് തന്നെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആയുധങ്ങൾ കൈമാറുന്നത് ഫലസ്തീൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്ര ഒരു രാഷ്ട്ര രൂപവൽക്കരണം വരുന്നതോടുകൂടി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈന്യത്തിന് മാത്രമായിരിക്കും ആയുധങ്ങൾ കൈമാറുക. അതല്ലാതെയുള്ള നിരായുധീകരണം എന്നതിനോട് തൽക്കാലം യോജിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു സന്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ് നൽകിയതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിന്നെ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർ ചർച്ചകൾ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നൊരു നിലപാട് ഇസ്രായേലും കൈക്കൊള്ളുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വൈകാതെ തന്നെ ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ സൈനിക മേധാവികൾ, പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തും. അതിനെ തുടർന്ന് മാത്രമായിരിക്കും 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും എത്തിച്ചേരുക. നിലവിലുള്ള പ്രകൃതിക്ഷോഭം എത്ര ദുരിതത്തിലാക്കിയിരിക്കുന്നു ഗസയിലെ ജനങ്ങളെ? വലിയ തോതിലുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഏതാണ്ട് 30,000 ടെന്റുകളാണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. കാരണം യുദ്ധം ബാക്കി നിർത്തിയ യുദ്ധത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ തകർന്നും പിന്നെ പല കെട്ടിടങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരുന്നു. അതുകൊണ്ട് പല കെട്ടിടങ്ങളും ഈ പ്രതികൂലമായ കാലാവസ്ഥ കൂടി വന്നതോടെ അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പിന്നെയുള്ളതൊക്കെയും താൽക്കാലികമായിട്ടുണ്ടാക്കിയ ടെന്റുകളാണ്. ആ ടെന്റുകളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30,000-ലധികം ടെന്റുകളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉറപ്പുള്ള താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഇപ്പോൾ പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഇത് നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ, അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ താൽക്കാലിക ടെന്റ് സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ധനത്തിൻ്റെ ലഭ്യത വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയായിട്ട് മാറുന്നുണ്ട്. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, മറ്റു ഉപകരണങ്ങൾ എന്നിവയുടെ കാര്യത്തിലും വലിയ തോതിലുള്ള ദൗർലഭ്യം നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവ എത്തിക്കണമെന്ന നിർദ്ദേശമാണ് UN പൊതുസഭ പാസാക്കിയ പ്രമേയത്തിലുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി തന്നെ ഇതിനുവേണ്ടി ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും അത് നടപ്പാക്കാനുള്ള ഒരു താല്പര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇനിയും നീണ്ടുപോവുകയാണ്. അപ്പോൾ ഈ 29-ന് നടക്കുന്ന വൈറ്റ് ഹൗസ് ചർച്ചയിലൂടെയെങ്കിലും ഇക്കാര്യത്തിലൊരു തീർപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾക്കുള്ളത്. അക്കാര്യത്തിലും ഇസ്രായേൽ പിറകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കടുത്ത നിലപാടിലേക്ക് ഹമാസും നീങ്ങും. അത് ഒരു പിന്നെ നിലവിൽ രൂപപ്പെട്ട ആ ഒരു വെടിനിർത്തൽ പ്രത്യാശയ്ക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടിയായിട്ട് മാറുമെന്ന ആശങ്ക കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആണ് വിവരങ്ങൾ നൽകിയത്. ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിൽ കടുത്ത വിമർശനം, പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേലിനെ. മറ്റു വാർത്തകളിലേക്ക്. ഫിഫ അറബ് കപ്പ് സെമിയിൽ UAE തകർത്ത മൊറോക്കോ ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അറ്റ്ലസ് ലയൺസിന്റെയും ജയം. സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി പുരോഗമിക്കുകയാണ്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, അതിഗംഭീരമായ ഫൈനൽ പ്രവേശനം നടത്തിയിരിക്കുകയാണ് മൊറോക്കോ. ഒപ്പം സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി എങ്ങനെ പുരോഗമിക്കുന്നു? ദിവ്യ, സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി നിലവിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നത്തെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരം നടന്ന ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ മൊറോക്കോയും UAEയും തമ്മിലായിരുന്നു മത്സരം. ഈ മത്സരം ഏകപക്ഷീയമായ 3 ഗോളിന് മൊറോക്കോ, ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കാവുന്ന ടീം മൊറോക്കോ ഗംഭീരമായി തന്നെ ഫൈനലിലേക്ക് പ്രവേശനം നേടുന്നു. 28ാമത്തെ മിനിറ്റിൽ അവരുടെ എൽ ബെർക്കോ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ ഒരു ഹെഡറിലൂടെയാണ് ആദ്യ ഗോൾ നേടിയത്. കളിയുടെ ആദ്യ പകുതി നമ്മൾ വിലയിരുത്തുമ്പോൾ പന്തിൻ്റെ പൊസിഷനും അതുപോലെ ഒരു ഗെയിമിൻ്റെ കൺട്രോളും സമ്പൂർണ്ണമായി മൊറോക്കോയുടെ കാലിൽ തന്നെയായിരുന്നു. അവർക്ക് സമ്പൂർണ്ണമായി കളി നിയന്ത്രിച്ചു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മൊറോക്കോ ഒന്ന് പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ഇത് മുതലെടുത്ത് UAE ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു. UAE സമ്പൂർണ്ണമായ അവരുടെ മൊറോക്കോയുടെ ഒരു ഫൈനൽ തേർഡിൽ നിരന്തരമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നു, നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. എങ്കിലും
മൊറോക്കൻ പ്രതിരോധം ഒരു ഘട്ടത്തിൽ പോലും ഉലഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ആക്രമണത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ കൗണ്ടർ അറ്റാക്കിലൂടെ 83-ാം മിനിറ്റിൽ മൊറോക്കോ വീണ്ടും ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഗോൾ കണ്ടെത്തുന്നു. അത് മാത്രമല്ല, കളി അവസാനിക്കാൻ അധിക സമയത്തേക്ക് നീണ്ട സമയത്ത് 92-ാം മിനിറ്റിൽ മൊറോക്കോ വീണ്ടും ഗോൾ നേടുന്നു. ഇങ്ങനെ രണ്ടാം പകുതിയിൽ ഒരു ആക്രമണത്തിലേക്ക് തിരിഞ്ഞ മൊറോക്കോക്ക് കൗണ്ടർ അറ്റാക്കിലൂടെ 2 ഗോളുകൾ തിരിച്ചടിച്ച് മൊറോക്കോ എതിരില്ലാത്ത 3 ഗോളിന് UAE തോൽപ്പിച്ച് ഫിഫ അറബ് കപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു എന്നുള്ളതാണ്. ഇവിടെ നിറയെ ആരാധകരുണ്ടായിരുന്നു. നമ്മൾ TV വിഷ്വലിൽ കണ്ട പോലെ തന്നെ മൊറോക്കൻ ഫാൻസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരരായിട്ടുള്ള, വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ അൻചാൻറ്റിക് ആയിട്ടുള്ള ഫാൻസാണ്. ഈ ഫാൻസിൻ്റെ ഒരു വലിയ ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മോട് സംസാരിച്ചു. അവർ നാളെ കപ്പ് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്നത്തെ സൗദിയും ജോർഡാനും തമ്മിലുള്ള 2ാം സെമി ഫൈനൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൻ്റെ വിജയിയാണ് അടുത്ത കലാശ പോരാട്ടത്തിൽ മൊറോക്കോക്ക് നേരിടാനുണ്ടാകുക. ദിവ്യ. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിശദാംശങ്ങൾ നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അബുദാബിയിലെത്തി. UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ചയെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അബുദാബിയിലെ കസറൽ വത്തൻ കൊട്ടാരത്തിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. സാമ്പത്തികം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയും UAEയും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചയെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ചർച്ചകൾ ഏറെ ക്രിയാത്മകമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി പിന്നീട് അബുദാബിയിലെ നിക്ഷേപക സ്ഥാപനമായ മുബാദല ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനി CEO ഖൽദൂൻ ഖലീഫ അൽ മുബാറക്കുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള സാമ്പത്തിക ചലനങ്ങളെക്കുറിച്ച് നടന്ന സംഭാഷണത്തിൽ ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകത വിഷയമായതായി മന്ത്രി പറഞ്ഞു. സാമ്പത്തിക സഹകരണം ശക്തമാക്കേണ്ട മേഖലകൾ അവതരിപ്പിച്ചതിന് എസ് ജയശങ്കർ CEOയ്ക്ക് നന്ദി അറിയിച്ചു. മീഡിയ 1 അബുദാബി. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു ഒമാൻ. ഗുട്ടറസിന്റെ നയതന്ത്ര ശ്രമങ്ങൾ മുൻനിർത്തി ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖാണ് ഫസ്റ്റ് ക്ലാസ് ഓർഡർ ഓഫ് ഒമാൻ നൽകി ആദരിച്ചത്. അൽബറക്ക കൊട്ടാരത്തിൽ സുൽത്താൻ നൽകിയ സ്വീകരണത്തിനിടെയായിരുന്നു ചടങ്ങ്. ആഗോള സമാധാന സംരംഭങ്ങളിലും ഒമാനുമായുള്ള സഹകരണത്തിലും ഗുട്ടറസിന്റെ തുടർച്ചയായ ഇടപെടലിനെ സുൽത്താൻ അഭിനന്ദിച്ചു. ഒമാന്റെ സന്തുലിതമായ വിദേശ നയത്തെയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ മധ്യസ്ഥതയെയും ഗുട്ടറസ് പ്രശംസിച്ചു. സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ 3ാമത്തെ ഡ്രീം ലൈനർ വിമാന നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ വിമാനത്തിൽ പതിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെയായിരിക്കും റിയാദ് എയർ സേവനം ആരംഭിക്കുക. റിയാദ് എയറിന്റെ പുത്തൻ വിമാനമാണ് അവസാനഘട്ട മിനുക്കുപണിക്കായി കാത്തിരിക്കുന്നത്. 3ാമത് ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി. കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ വിമാനത്തിൽ ആലേഖനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതേ മോഡലിലുള്ള ആദ്യ വിമാനം നിലവിൽ അന്തിമ സർട്ടിഫിക്കേഷൻ ഘട്ടത്തിലാണ്. സർട്ടിഫിക്കേഷൻ പൂർത്തിയായാൽ 2ാം വിമാനത്തിന്റെ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 132 വിമാനങ്ങളുമായിട്ടായിരിക്കും സേവനം ആരംഭിക്കുക. അടുത്തുതന്നെ യാത്രക്കാർക്കായുള്ള വിമാന ടിക്കറ്റുകളും അനുവദിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ നൽകാനുള്ള എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നേരത്തെ കമ്പനി കരസ്ഥമാക്കിയിരുന്നു. ഇന്ത്യ, യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങി 100-ലധികം എയർപോർട്ടുകളെ ലക്ഷ്യമാക്കിയായിരിക്കും റിയാദ് എയർ പറക്കുക. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബഹ്റൈനിലെ പ്രവാസി തൊഴിൽ നയത്തിൽ നിർണായകമായ തീരുമാനം. പ്രവാസികൾക്ക് അനുവദിക്കുന്ന വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ ദേശീയ പരിധി നിശ്ചയിക്കണമെന്ന പാർലമെന്റ് നിർദ്ദേശം ഷൂറ കൌൺസിൽ തള്ളി. ഇത്തരം നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ തൊഴിൽ വിപണിയെയും നിക്ഷേപ അന്തരീക്ഷത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം തള്ളിയത്.
ബഹ്റൈനിൽ പ്രവാസികൾക്ക് അനുവദിക്കുന്ന വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ ദേശീയ പരിധി നിശ്ചയിക്കണമെന്ന പാർലമെന്റ് നിർദ്ദേശം തള്ളി ഷൂറ കൗൺസിൽ. വർക്ക് പെർമിറ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ബഹ്റൈനിലെ തൊഴിൽ വിപണിയെ അത് നേരിട്ട് ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം ഷൂറ കൗൺസിൽ തള്ളിയത്. നിയമം നടപ്പിലായാൽ ബഹ്റൈനിലെ നിക്ഷേപകരുടെ വിശ്വാസം ദുർബലപ്പെടുകയും തൊഴിലാളികൾ അനധികൃത തൊഴിലേക്ക് തിരിയുകയും ചെയ്യുമെന്നും ഷൂറ കൗൺസിൽ വിലയിരുത്തി. 2006 ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമത്തിലെ ആർട്ടിക്കിൾ 4 ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശമാണ് തള്ളിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും അനുവദിക്കുന്ന പെർമിറ്റുകൾക്ക് കർശനമായ പരിധി നിശ്ചയിക്കാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ നിർബന്ധിതമാക്കുന്നതായിരുന്നു ഭേദഗതി. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിയ ഷൂറ കൗൺസിൽ ഐക്യകണ്ഠമായി നിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശം തള്ളുകയായിരുന്നു. പെർമിറ്റിന് പരിധി നിശ്ചയിക്കുന്നതിലൂടെ സ്വദേശി പൗരന്മാരുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന് കാര്യമായ പ്രയോജനമുണ്ടാകില്ലെന്ന് തൊഴിൽ മന്ത്രാലയവും വിലയിരുത്തി. ബഹ്റൈനിൽ കോട്ട അടിസ്ഥാനമാക്കിയുള്ള സംവിധാനമല്ല പ്രവർത്തിക്കുന്നതെന്നും ഓരോ വാണിജ്യ രജിസ്ട്രേഷനും ബിസിനസ് പ്രവർത്തനത്തിനും അനുസരിച്ച് ഇതിനകം പരിധികൾ നിശ്ചയിക്കുന്നുണ്ടെന്നും LMRA ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് താലിബ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. ഇന്ന് പുലർച്ചെ മുതൽ സൗദിയുടെ തലസ്ഥാനമായ റിയാദിലും മഴയെത്തി. നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കിഴക്കൻ പ്രവിശ്യയടക്കം സൗദിയുടെ 8 മേഖലകളിൽ മഴ കനക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. അടുത്ത വ്യാഴം വരെ മുന്നറിയിപ്പ് നിലനിൽക്കും. ഇന്ന് പുലർച്ചെ മുതലാണ് റിയാദ് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മഴയെത്തിയത്. നേരം വെളുത്തതോടെ നഗരത്തിലേക്കും മഴയെത്തി. ഇപ്പോഴും മഴ ശക്തമല്ലെങ്കിലും തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലായിരുന്നു റിയാദ് മുറബയിൽ മഴ പെയ്യാൻ തുടങ്ങിയത്. അത് തന്നെ അന്തരീക്ഷം നല്ല കാർമേഘം മൂടിയുള്ള അന്തരീക്ഷമാണ്. അതുപോലെ കൂടാതെ തന്നെ നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പും താനും. അപ്പോൾ ആൾക്കാരെല്ലാവരും പുറത്തിറങ്ങാൻ മടിക്കുന്നത്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. അത് കാരണം ആൾക്കാർ കടയിലോട്ട് ഇറങ്ങാനാണെങ്കിലും ആൾക്കാർ പുറത്തിറങ്ങാനാണെങ്കിലും നല്ല രീതിയിൽ മടിക്കുന്നുണ്ട്. റിയാദ് നഗരത്തിന് പുറം ഭാഗങ്ങളിൽ കനത്ത മഴയാണ്. റിയാദിനോട് ചേർന്നുള്ള പ്രവിശ്യയായ കസീമിൽ ഉൾപ്പെടെ കനത്ത മഴ മുന്നറിയിപ്പ് തുടരുന്നു. കിഴക്കൻ പ്രവിശ്യയിലേക്കും മഴയെത്തി. രാത്രിയിലും പുലർച്ചെയും മഴ തുടരും. ഇവിടെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. പല ഭാഗങ്ങളിലും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. മദീന, തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, നജ്റാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ മിതമായ മഴ ലഭിക്കും. മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുകളിലേക്ക് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശ്രദ്ധയോടെയും അകലം പാലിച്ചും വേഗത കുറച്ചും വാഹനമോടിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. വ്യാഴാഴ്ച വരെ മഴ സാധ്യത നിലനിൽക്കും. ജീസാൻ, അസീർ, അൽബഹ, മക്ക, റിയാദ്, കസീം, ഹായിൽ, കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മഴ തുടരുന്ന ഒമാനിലെ മുസന്തം ഗവർണറേറ്റിൽ മഴ കൂടുതൽ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഗവർണറേറ്റിലെ എല്ലാ സ്കൂളുകളും നാളെ മുതൽ ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നടപടിയെടുക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഡിസംബർ 20 വരെ മുസന്തം അടക്കമുള്ള ഗവർണറേറ്റുകളിൽ മഴയുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുസന്തം ഗവർണറേറ്റിന്റെ വിവിധയിടങ്ങളിൽ മഴ എത്തുകയും വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ മുസന്തം ഗവർണറേറ്റിലും വടക്കൻ ഒമാനിലെ മറ്റു ഗവർണറേറ്റുകളിലും മഴ കൂടുതൽ കനക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നാളെയും മറ്റന്നാളുമാണ് കനത്ത മഴ മുന്നറിയിപ്പ്. 20 മുതൽ 60 മില്ലിമീറ്റർ വരെ മിതമായതോ കനത്തതായ മഴ കാരണമാകുമെന്നാണ് CA അറിയിക്കുന്നത്. അതോടൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടാതെ മുസന്തം ഒമാൻ കടൽ തീരങ്ങളിൽ 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകളും ഉണ്ടായേക്കാം. ബുറൈമി, നോർത്ത് ബാത്തിന, സൗത്ത് ബാത്തിന, ഹജർ പർവ്വതനിരകളിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം മഴയുടെ പശ്ചാത്തലത്തിൽ മുസന്തം ഗവർണറേറ്റിൽ സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ എല്ലാ സർക്കാർ, സ്വകാര്യ, അന്താരാഷ്ട്ര സ്കൂളുകളിലും ക്ലാസുകൾ ഉണ്ടാവില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതെന്ന് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ഫുജൈറ, ഖർഫുഖാൻ തുടങ്ങി കിഴക്കൻ മേഖലയിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി UAEയിൽ മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഷാർജയിൽ കലാ സർവകലാശാല വരുന്നു. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ഷെയ്ഖ് ഹൂർ ബിൻത് സുൽത്താൻ അൽ ഖാസിമിയെ പുതിയ സർവകലാശാലയുടെ പ്രസിഡന്റായി നിയമിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ട് ഷാർജ എന്ന പേരിലായിരിക്കും പുതിയ കലാ സർവകലാശാല സ്ഥാപിക്കുക. ലാഭം ലക്ഷ്യമിടാതെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇത്.
നിലവിൽ ഷാർജ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പുതിയ സർവകലാശാലയ്ക്ക് കീഴിലേക്ക് മാറ്റും. ഷാർജ പെർഫോമിംഗ് ആർട്സ് അക്കാദമിയും ആർട്ട് യൂണിവേഴ്സിറ്റി കീഴിലാക്കും. പെർഫോമിംഗ് ആർട്ട് അക്കാദമി, അക്കാദമി ഓഫ് വിഷ്വൽ ആർട്സ് എന്നിങ്ങനെ 2 അക്കാദമികളായിരിക്കും പുതിയ സർവകലാശാലയ്ക്കുണ്ടാവുക. പെർഫോമിംഗ് ആർട്ട് അക്കാദമിക്ക് കീഴിൽ കോളേജ് ഓഫ് തിയേറ്റർ, കോളേജ് ഓഫ് മ്യൂസിക്, കോളേജ് ഓഫ് ഫിലിം എന്നിവയും വിഷ്വൽ ആർട്സ് അക്കാദമിക്ക് കീഴിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, കോളേജ് ഓഫ് ഡിസൈൻ എന്നിവയും പ്രവർത്തിക്കും. മീഡിയ 1 ഷാർജ. ദുബായിലെ ഡെലിവറി ബൈക്കുകൾക്ക് ഈ മാസം അവസാനം മുതൽ മുൻവശത്തുകൂടി നമ്പർ പ്ലേറ്റ് അധികാരികൾ നിർബന്ധമാക്കുകയാണ്. നിലവിൽ നമുക്കറിയാം അവിടെ ബൈക്കുകൾക്ക് ദുബായിൽ പിൻവശത്ത് മാത്രമാണ് നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ മാറ്റം വരുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ അത് സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഇങ്ങനൊരു മാറ്റം, അതായത് മുൻവശത്തും പിൻവശത്തും നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കുന്നത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് ഏതൊക്കെ തരം ബൈക്കുകൾക്കാണ് ഈ മാസം അവസാനം മുതൽ മുന്നിൽ നമ്പർ പ്ലേറ്റ് ആവശ്യമായി വരിക എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എപ്പോഴാണ് നമ്പർ പ്ലേറ്റ് മാറ്റേണ്ടത് എന്നുകൂടി നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് മുൻവശത്ത് നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കേണ്ട ബൈക്കുകൾ ഏതൊക്കെയാണ് എന്നതാണ്. എല്ലാതരം ബൈക്കുകൾക്കും നമ്പർ പ്ലേറ്റ് മുൻവശത്തുകൂടി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടി പറയട്ടെ. അപ്പോൾ മുൻവശത്ത് നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കേണ്ട ബൈക്കുകൾ ഇവയാണ്. അതിൽ ആദ്യത്തേത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഓൺലൈൻ ഡെലിവറി ആവശ്യങ്ങൾക്ക് മറ്റ് വാണിജ്യപരമായ ബൈക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ബൈക്കുകൾ കൂടി മുൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ഉപയോഗിക്കുന്നവ, ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങി അത് ഡെലിവറി ചെയ്യുന്നവർ, ഫുഡ്, ഭക്ഷണ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ബൈക്കുകൾ, ഇത്തരം ബൈക്കുകൾക്ക് കൂടി മുൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. യെസ്, ഡെലിവറി ആപ്പുകൾക്ക് സേവനം നടത്തുന്നവ, നമുക്കറിയാം ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ പലതരത്തിലുള്ള ഓൺലൈൻ ആപ്പുകൾ, ഡെലിവറി ആപ്പുകളുണ്ട്. അപ്പോൾ അതുപോലെ ദുബായിലും പലതരത്തിലുള്ള ഡെലിവറി ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ഡെലിവറി ആപ്പുകളുടെ സേവനം നടത്തുന്ന ബൈക്കുകൾ കൂടി മുൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ സ്കൂട്ടറുകൾക്ക് കൂടി ഈ ഒരു നിയന്ത്രണം, അതായത് ഈ ഒരു നിർദ്ദേശം ബാധകമാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ സ്കൂട്ടറുകൾ ഉപയോഗിച്ചാണ് ഡെലിവറി നടത്തുന്നതെങ്കിൽ ഈ സ്കൂട്ടറുകൾക്കും മുൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ സ്കൂട്ടറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ തന്നെയാണ്. ഇനി വ്യക്തികളുടെ ബൈക്കിന് ആവശ്യമില്ല എന്നതുകൂടി എടുത്തു പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൈക്കുകൾ ഉണ്ടാകും, ഈ സ്കൂട്ടറുകൾ ഉണ്ടാകും. പക്ഷേ അവയ്ക്ക് ഈ ഒരു നിർദ്ദേശം ബാധകമല്ല. പിൻവശത്ത് മാത്രം നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കാണ്, ബൈക്കുകൾക്കാണ് മുൻവശത്തുകൂടി നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ മാസം അവസാനം മുതലാണ് ഈ മാറ്റം അല്ലെങ്കിൽ നടപ്പിൽ വരാൻ പോകുന്നത്, പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഡിസംബർ അവസാനം മുതൽ ഇത് നടപ്പിൽ വരികയും ചെയ്യും. മാറ്റം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും, അതായത് നമുക്ക് നിശ്ചിത സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇങ്ങനൊരു നിർദ്ദേശം നടപ്പിലാക്കുക. അത് നമ്മൾ ഉറപ്പാക്കേണ്ടതും ആ ഒരു കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ മാത്രം മതിയാകും. ശരി, ഇനി രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് മാറേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഒരു കൃത്യമായ രജിസ്ട്രേഷൻ പുതുക്കേണ്ട ഒരു സമയമാവുകയാണെങ്കിൽ ആ ഒരു സമയത്തും നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് മാറണമെങ്കിൽ മാറ്റാം. മുൻവശത്തു കൂടി നമ്പർ പ്ലേറ്റ് ഉറപ്പാക്കുകയും ചെയ്യാം. ഇനി ബൈക്കുകൾക്ക് നമ്പർ പ്ലേറ്റിൽ 9 എന്ന കോഡായിരിക്കും. അതായത് ഈ വാണിജ്യ ആവശ്യങ്ങൾക്കും ഡെലിവറി ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ബൈക്കുകൾക്ക്, അതായത് പിൻവശത്തും മുൻവശത്തും നമ്പർ പ്ലേറ്റുള്ള ബൈക്കുകൾക്ക് 9 എന്ന കോഡായിരിക്കും ഉറപ്പാക്കേണ്ടി വരിക എന്ന തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് ദുബായ് അധികാരികൾ നടത്തിയിട്ടുള്ളത്. അത് ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ഈ ഒരു മാറ്റം നടപ്പിൽ വരികയും ചെയ്യുന്ന എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ദേശീയദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. രാജ്യമെങ്ങും ചുവപ്പും വെള്ളയും നിറമുള്ള കൊടിതോരണങ്ങളും അലങ്കാര വിളക്കുകളും നിറഞ്ഞു കഴിഞ്ഞു. പ്രവാസി സമൂഹവും ആവേശത്തോടെ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുകയാണ്. കാണാം ബഹ്റൈനിലെ ആഘോഷ കാഴ്ചകൾ. 54ാമത് ദേശീയ ദിനാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ബഹ്റൈനിലെ നഗരങ്ങളും തെരുവുകളും. ദേശീയ പതാകയെ പ്രതിനിധാനം ചെയ്യുന്ന വെള്ളയും ചുവപ്പും കലർന്ന വർണ്ണങ്ങളിലുള്ള കൊടിതോരണങ്ങളും അലങ്കാര വിളക്കുകളുമാണ് പ്രധാന ആകർഷണം. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന സെലിബ്രേറ്റ് ബഹ്റൈൻ, മുഹറക് നൈറ്റ്സ് എന്നീ പരിപാടികളും പുരോഗമിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സ്വദേശികളുടെയും വിദേശികളുടെയും ഒഴുക്ക് രാജ്യത്തെങ്ങും പ്രകടമാണ്. പ്രവാസി സമൂഹവും ബഹ്റൈന്റെ ദേശീയ ദിനാഘോഷം ഏറ്റെടുത്തിരിക്കുകയാണ്. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കൂടിയ ആഘോഷമായാണ് പ്രവാസി മലയാളികൾ ദേശീയ ദിനത്തെ കാണുന്നത്. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹോമാണ്. നമ്മുടെ ഒന്നും പറയല്ല, ഇന്ത്യ പോലെ തന്നെയാണ്. നമുക്ക് ഡിസംബറായി തന്നെ ആഘോഷങ്ങൾ തുടങ്ങായി. ഡിസംബർ ഫസ്റ്റ് വീക്ക് തൊട്ടേ നമുക്ക് ഇവിടെ എല്ലാവരും നോക്കിയാൽ തന്നെ കാണാം. ലൈറ്റിങ്സും
ഇപ്പോൾ ഈവൻസുകൾ എല്ലാവിടെയും ഈവൻസും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫുൾ എൻജോയ്മെൻറ്റ് മൂഡാണ്. ഈ ഡിസംബർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബഹ്റൈനിലെ എൻജോയ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ബഹ്റൈനിലായാലും നമുക്കിപ്പോൾ അന്യരാജ്യത്താന്നുള്ളൊരു ഫീലിങ്ങോ അതൊന്നുമില്ല. കുറേ രാജ്യക്കാരുണ്ട്, നമ്മൾ പാകിസ്ഥാനികളുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഒരേ വീട് ഹോം പോലെയാണ് നമ്മൾ ഇത് കാണുന്നത്. ഡിസംബർ ആകുമ്പോൾ എല്ലാ പ്രവാസികൾക്കും നല്ലൊരു മാസം കൂടിയാണ്. എല്ലാവർക്കും കുറേ ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. ഹമദ് രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും ചിത്രങ്ങളും പതാകകളും കൊണ്ടാണ് പാതയോരങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത്. മന്ത്രാലയങ്ങൾ, ഗവർണറേറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വൈവിധ്യമാർന്ന ദേശീയ ദിനാഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ദേശീയ ദിനാചരണം പ്രമാണിച്ച് ഡിസംബർ 16-നും 17-നും രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും ആഘോഷത്തിൽ വിപുലമായി തന്നെ പങ്കുചേരും. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടാൻ വെടിക്കെട്ട് പ്രദർശനവും ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ച് ഡിസംബർ 16-ന് വൈകിട്ട് 7 മണിക്കായിരിക്കും പ്രദർശനം നടക്കുന്നത്. പ്രവേശനം സൗജന്യമായതിനാൽ തന്നെ വെടിക്കെട്ട് പ്രകടനം കാണാൻ എല്ലാവർക്കും അവസരം ലഭിക്കും. BIC-യിൽ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണെന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ എത്താൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറഞ്ഞു. 3500 വിദ്യാർത്ഥികളെ അണിനിരത്തി മനുഷ്യ പതാകയുമായി ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ. ബഹ്റൈൻ 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് രാജ്യത്തോടുള്ള ആദര സൂചകമായി ഈ പ്രകടനം. ഇന്ത്യൻ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൂടിയാണ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രദർശനം നടന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഇന്ത്യൻ സ്കൂളിന്റെ റിഫ ക്യാമ്പസിൽ വെച്ചായിരുന്നു മനുഷ്യ പതാകയുടെ വിസ്മയ കാഴ്ച. കുവൈറ്റിൽ ബാച്ചിലർമാർക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കി അധികൃതർ. അനധികൃതമായി ബാച്ചിലർമാർക്ക് വാടകയ്ക്ക് നൽകിയ 21 പ്രോപ്പർട്ടികളിലെ വൈദ്യുതി 14 ദിവസത്തിനുള്ളിൽ വിച്ഛേദിച്ചതായി ഫർവാനിയ ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈ കാലയളവിൽ 38 മുന്നറിയിപ്പുകൾ നൽകിയതായും അടിയന്തര സംഘത്തിന്റെ തലവൻ മുഹമ്മദ് അൽ ജലാവി വ്യക്തമാക്കി. റെസിഡൻഷ്യൽ മേഖലകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി 12 ഇൻസ്പെക്ടർമാർ ഉൾപ്പെട്ട 6 മൊബൈൽ ഫീൽഡ് ടീമുകളെയാണ് മുനിസിപ്പാലിറ്റി വിന്യസിച്ചിരിക്കുന്നത്. ജലേബ് അൽ ഷുയൂഖിൽ പൊളിക്കൽ നടപടികൾ ശക്തമായതിനെ തുടർന്നാണ് പരിശോധനകൾ കടുപ്പിച്ചത്. ലഹരിക്കെതിരെ കർശന നടപടികളുമായി കുവൈറ്റിൽ പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നു. മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷകൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് പുതിയ നിയമം. ഗുരുതരമായ കേസുകളിൽ വധശിക്ഷ, ദീർഘകാല തടവ്, കനത്ത പിഴ എന്നിവ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് വസ്തുക്കളുടെയും ഉപയോഗവും കടത്തും നിയന്ത്രിക്കുന്നതിനാണ് നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശിക്ഷാ നടപടികൾക്കൊപ്പം ലഹരി പ്രതിരോധം, ചികിത്സ, പുനരധിവാസം എന്നിവയും പുതിയ നിയമത്തിന്റെ ഭാഗമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമം കർശനമായി നടപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും രാജ്യത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുക എന്നത് സർക്കാരിനൊപ്പം പൊതുജനങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ ബോധവത്കരണ ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട സംശയാസ്പദ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 112, 1884, 141 എന്നീ ഹോട്ട്ലൈനുകളിൽ വിവരമറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ലഹരിക്ക് അടിമപ്പെട്ടവർക്കായി പുനരധിവാസ കേന്ദ്രം സജ്ജീകരിക്കുന്നതിനായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയവും സക്കാത്ത് ഹൌസും സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. പുനരധിവാസ ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്താനും സമൂഹ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ. മീഡിയ 1, കുവൈത്ത്. കുവൈറ്റ് സർക്കാരിന്റെ പൊതുമേഖലാ ജോലികൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇനി മുതൽ മയക്കുമരുന്ന് പരിശോധന നിർബന്ധമാക്കുന്നു. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിർബന്ധിത മെഡിക്കൽ പരിശോധനകളുടെ ഭാഗമായി മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് വസ്തുക്കളുടെയും ഉപയോഗം പരിശോധിക്കാമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പൊതുമേഖലാ നിയമനങ്ങളിൽ ഈ പരിശോധന ഉൾപ്പെടുത്തണമോ എന്നത് ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലെ യോഗ്യതയുള്ള നിയമന അധികാരികൾക്ക് തീരുമാനിക്കാം. ആരോഗ്യ ഫിറ്റ്നസ് മാനദണ്ഡങ്ങളുടെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗമില്ലായ്മ പ്രാഥമിക നിയമനത്തിനും തുടർച്ചയായ സേവനത്തിനും നിർബന്ധമാകും. സേവനത്തിനിടയിൽ ഈ നിബന്ധന ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ജോലി സമയത്ത് ജീവനക്കാരിൽ ആവശ്യമായാൽ മയക്കുമരുന്ന് പരിശോധന നടത്താനും പുതിയ നിയമം അനുമതി നൽകുന്നു. ഒമാനിൽ വിന്റർ സീസണിന് തുടക്കമായതോടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന
വിവിധ പരിപാടികൾ ഒരുക്കുന്ന തിരക്കിലാണ് ഗവർണറേറ്റുകൾ. ദോഫാർ ഗവർണറേറ്റിലെ മക്ഷിൻ വിലായത്തിൽ വിന്റർ ഗേറ്റ് വേ സാംസ്കാരിക പാരമ്പര്യ ഫോറത്തിന് തുടക്കമായി. പരമ്പരാഗത കലകളും പൈതൃക പ്രദർശനങ്ങളും അടങ്ങുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കുന്നത്. ബുൽഖാലി മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിശാലമായ മണൽ കുന്നുകൾ, ബദൂവിയൻ പാരമ്പര്യം എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ഒമാന്റെ കാലാവസ്ഥ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ വിവിധ പരിപാടികളുമായി സജീവമാണ് ഗവർണറേറ്റുകൾ. ശീതകാലം ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പരിപാടികൾ ഒരുക്കുന്നത്. വിന്റർ ഗേറ്റ് വേ എന്ന പ്രമേയത്തിൽ ദോഫാർ ഗവൺമെന്റിൽ മന്ത്രൽ ദബിയൻ സാംസ്കാരിക പാരമ്പര്യ ഫോറത്തിന് തുടക്കമായിട്ടുണ്ട്. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഫോറത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ലുബാൻ കാരവാൻ, കവിതാ സന്ധ്യകൾ, പരമ്പരാഗത കലാപ്രകടനങ്ങൾ, ബദൂവിയൻ ജീവിതശൈലി പ്രതിഫലിക്കുന്ന കരകൗശല പ്രദർശനം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. പ്രദേശത്തിന്റെ സാംസ്കാരിക, ചരിത്ര, ടൂറിസം സാധ്യതകൾ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. റബുൽ ഗാലി മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിശാലമായ മണൽക്കുന്നുകൾ, തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ, ആഴത്തിലുള്ള ബദൂവിയൻ പാരമ്പര്യം എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. മീഡിയ 1, മസ്കത്ത്. ലോക ഫുട്ബോളിലെ ജേതാക്കളായ അർജന്റീനയുടെ ചാമ്പ്യൻസ് സ്പിരിറ്റിൽ ഒമാനിൽ ആഘോഷം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് പാർട്ണറായ ലുലു എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അവന്യൂസ് മാളിൽ ആഘോഷം സംഘടിപ്പിച്ചത്. സെലിബ്രേറ്റ് ചാമ്പ്യൻസ്, ബിൽഡ് എ ലെഗസി എന്ന തലക്കെട്ടിലായിരുന്നു ആഘോഷം. ഫുട്ബോൾ പ്രമേയമാക്കിയാണ് ഫാൻസിനൊപ്പം ആഘോഷം സംഘടിപ്പിച്ചത്. മുഴുനീള ആഘോഷ ദിവസത്തിൽ നിരവധി പേർ പങ്കാളികളായി. ലുലു എക്സ്ചേഞ്ചിന്റെയും AFAയുടെയും പങ്കാളിത്തത്തെ അടയാളപ്പെടുത്തുന്ന മെഗാ പസൽ മൊസൈക്ക് ഒരുക്കാൻ 500 പേർ അണിനിരന്നു. ആദ്യ പസൽ ചേർത്തുവെച്ച് ലുലു എക്സ്ചേഞ്ച് ഒമാൻ ഡയറക്ടർ മുഹമ്മദ് ഹാമിദ് അലി ഗസാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷൂട്ട് ദി ഗോൾ ചാലഞ്ച്, ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ പെർഫോമൻസ്, പബ്ലിക് ഫ്രീ സ്റ്റൈൽ സെഷൻസ്, ഫുട്ബോൾ ട്രിവിയ റൗണ്ട് തുടങ്ങി വിവിധ പരിപാടികൾ നടന്നിരുന്നു. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, യൂലിയൻ അൽവാരസ്, ലൗത്തോറ മാർട്ടിൻസ് എന്നിവർ ഒപ്പിട്ട ജേഴ്സിക്കൊപ്പമുള്ള സെൽഫി സോണും ആരാധകർക്കായി ഒരുക്കിയിരുന്നു. പസൽ മൊസൈക്കിന്റെ ഔദ്യോഗിക അനാവരണത്തോടെയാണ് പരിപാടി സമാപിച്ചത്. തെരഞ്ഞെടുത്ത ഒരാൾക്ക് അർജന്റീന താരങ്ങൾ ഒപ്പിട്ട ഔദ്യോഗിക ജേഴ്സിയും ചടങ്ങിൽ കൈമാറി. മീഡിയ 1, മസ്കത്ത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷം സൗദി അറേബ്യയിലെ യാംബുവിൽ നടന്നു. UDF കമ്മിറ്റിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. ആഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുന്നത് സി ദാവൂദാണ് എന്ന് വരെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് കേരള ജനത നൽകിയിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാമെന്ന ആ ഇടതുപക്ഷത്തിന്റെ അതിനുള്ള ശക്തമായ താക്കീത് കേരള ജനത നൽകിയിരിക്കുകയാണ്. യാംബു ടൗണിലെ റെയിൻബോ ബസാർ പരിസരത്ത് തടിച്ചുകൂടിയ UDF പ്രവർത്തകർ ആവേശത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മധുരത്തോടൊപ്പം പായസവും ചേർന്നപ്പോൾ മധുരം ഇരട്ടിയായി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന്റെ മൃഗീയ ഭൂരിപക്ഷം പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ശങ്കരളങ്കൂർ, അയ്യൂബ് ബഡരിക്കോട്, നിയാസ് പുത്തൂർ തുടങ്ങിയവർ ചേർന്നാണ് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം. ആ ഒരു ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ പ്രവർത്തനം അന്നും ഉണ്ടായിരിക്കണം. ഇടതുപക്ഷം സ്വീകരിച്ച വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ സമൂഹം പ്രതികരിച്ചതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അഷ്കർ വണ്ടൂർ, അബ്ദുറഹീം കരുവന്തുരുത്തി, അബ്ദുറസാഖ് നമ്പ്രം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ UDF പ്രവർത്തകർക്ക് ആഘോഷിക്കാൻ ഏറെയുണ്ട്. പ്രവാസ ലോകത്തുനിന്നാകുമ്പോൾ അതിന് മാധുരം കൂടും. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ കേന്ദ്ര ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫഹാഹിൽ യൂണിറ്റി സെന്ററിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. KG-യുടെ വിവിധ ഏരിയകളിൽ നിന്നുള്ള ഇലക്ടറൽ കോളേജ് അംഗങ്ങൾ ചേർന്നാണ് കേന്ദ്ര കമ്മിറ്റി രൂപീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി TK ഫാറൂഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. PT ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടികൾ. പുതിയ ഭാരവാഹികളുടെ കാലാവധി 2027 ഡിസംബർ വരെയാണെന്ന് സംഘടന അറിയിച്ചു.
അൻവർ സയ്യിദിനെ പ്രസിഡന്റായും സാബിക് യൂസുഫിനെ ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് ഷാഫി പിടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഫൈസൽ മഞ്ചേരിയും PT ഷെരീഫും വൈസ് പ്രസിഡന്റുമാരാണ്. സിറാജ് സാംബ്രിക്കൽ, CP നൈസാം, ഡോക്ടർ അലിഫ് ഷുക്കൂർ എന്നിവർ സെക്രട്ടറിമാരായി ചുമതലയേറ്റു. CK നജീബ്, മനാഫ് കൊച്ചുമറക്കാർ എന്നിവർ അസിസ്റ്റന്റ് ട്രഷറർമാരാണ്. മറ്റു കേന്ദ്ര സമിതി അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തതായി KG അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇനി ബഹ്റൈനിൽ എഴുത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടതിന്റെ ത്രില്ലിലാണ് ഈ കൗമാരക്കാരി. The world may change, the years may run, but one thing can never see it. The bond we shared, the things you've done. Your love will live in me forever. ഇത് മനാൽ മൻസൂർ, ബഹ്റൈനിലെ പ്രവാസി വിദ്യാർത്ഥിനി. ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയ ആഹ്ലാദത്തിലാണിപ്പോൾ മനാൽ. പെർസ്പെക്റ്റീവ്, സീയിങ് ദി അൺസീൻ എന്നാണ് കവിത തുളുമ്പുന്ന അക്ഷരങ്ങൾ കോർത്തിണക്കി മനാൽ രചിച്ച പുസ്തകത്തിൻ്റെ പേര്. മുത്തച്ഛൻ്റെ വേർപാട്, അതാണ് തനിക്ക് എഴുതാനുള്ള പ്രേരണയായി തീർന്നതെന്ന് കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശിനിയായ മനാൽ പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ബുക്ക് എഴുതിയത് മൊത്തം ലൈഫിനെ പറ്റിയാണ്. 30 കവിതകളും 30 ചിത്രങ്ങളും അല്ല ഞാൻ വരച്ചത്. അത് ലവും ലോസൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നേച്ചറും ആക്സെപ്റ്റൻസിലും ആണ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാവയായിരുന്നു. അപ്പോൾ ഉപ്പാവയും ഞാനും തമ്മിലുള്ള റിലേഷനും അവിടുന്ന് ഉപ്പാവ് വിട്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന സങ്കടം കൊണ്ടാണ് എഴുതാൻ തുടങ്ങിയത്. ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മൻസൂർ അലി, ഹഫ്സത്ത് മൻസൂർ ദമ്പതികളുടെ മകളാണ് കവിതകളെ ഇഷ്ടപ്പെടുന്ന മനാൽ. ചെറുപ്രായം മുതൽ തന്നെ മകൾ നന്നായി വായിക്കുമായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ബുക്സ് പൊതുവെ വായിക്കാൻ താല്പര്യമുള്ളതിനെ കൊണ്ട് ചെറുപ്പത്തിലെ ബുക്സ് വായിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു 6 വർഷത്തെ ജേണിയാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫുൾഫിൽ ആയിട്ട് നിൽക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഒരു കൗമാരക്കാരിയുടെ ചിന്തകൾ പ്രതിഫലിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. ഗോപിനാഥാണ് നിർവഹിച്ചത്. ഭാവിയിൽ ഒരു ഡോക്ടറായി തീരാനാണ് മനാലിന്റെ അഭിലാഷം. ഒപ്പം എഴുത്തിന്റെ പുതുവഴികളും ഒരുപാട് കവിതകളും മനാലിന്റെ സ്വപ്നങ്ങളിൽ നിറയുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിലെ പ്രമുഖ ആരോഗ്യരക്ഷാ ശൃംഖലയായ നസീം ഹെൽത്ത് കെയർ ഉപഭോക്താക്കൾക്കായി മൊബൈൽ ആപ്പ് പുറത്തിറക്കി. നസീം ഹയാത്ത് മൊബൈൽ ആപ്പ് എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ലോഞ്ച് ചെയ്തു. സ്ഥാപനത്തിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ചികിത്സാ ബുക്കിംഗ്, ലാബ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് നസീം ഹയാത്ത് മൊബൈൽ ആപ്പ്. ആരോഗ്യമേഖലയിൽ സേവനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഏറെ സഹായകരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അംബാസിഡർ വിപുൽ പറഞ്ഞു. പുതിയ സംരംഭത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നു. ആപ്ലിക്കേഷന്റെ ലൈവ് ഡെമോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. നസീം ഇന്ന് 20 വർഷം തികയാണ് ഖത്തറിൽ സേവനം ആരംഭിച്ചിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻസിന് ഒന്നുകൂടിയും കംഫർട്ടും സൗകര്യവും ഒരുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു നസീം ഹയാത്ത് എന്ന ആപ്പ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ആപ്പിൽ പേഷ്യൻസിന് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും ഒറ്റ ക്ലിക്കിൽ തന്നെ അവർക്ക് കിട്ടും. പേഷ്യൻ്റ് റിപ്പോർട്ട്, പേഷ്യൻസിൻ്റെ വെയിറ്റിംഗ് ടൈം, അവരുടെ മുന്നത്തെ ബാക്ക്ലോഗ്സ് എല്ലാം ഈ ഒരു ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന ഒരു ആപ്പാണ്. ഇത് ഖത്തറിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്. CSR അടക്കം നസീം ഹെൽത്ത് കെയർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി സംഭാവനകൾ നൽകിയ ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരെ പരിപാടിയിൽ ആദരിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഇവർക്ക് ആദരം കൈമാറി. നസീം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മിയാന്താദ്, സ്ട്രാറ്റജി ആൻഡ് പ്ലാനിംഗ് ജനറൽ മാനേജർ ഡോക്ടർ മുനീർ അലി ഇബ്രാഹിം, ഓപ്പറേഷൻസ് GM ബാബു ഷാനവാസ്, CFO ഹാഷിം ഇർഷാദ്, ഓപ്പറേഷൻസ് AGM റിഷാദ് PK എന്നിവർ സംസാരിച്ചു. മീഡിയ 1, ദോഹ. സൗദിയിലെ ജിദ്ദയിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. സെനോമിയുമായി സഹകരിച്ച് ജിദ്ദയിലെ അസീസ് മാളിലാണ് ഉദ്ഘാടനം ചെയ്തത്. സൗദി അറേബ്യയിലെ 72ാമത്തെ സ്റ്റോറാണിത്. ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രിൻസ് മാജിദ് റോഡിലെ അസീസ് മാളിലാണ് ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ്. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റും ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് യൂസഫ് നാക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ
ചെയർമാൻ MA യൂസഫ് അലി, ജിദ്ദ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻസുരി, UAE കൗൺസിൽ ജനറൽ നാസിർ ഹുവൈദൻ തായ്ബാൻ അലി അൽ ഖെത്ബി, ഫിലിപ്പീൻസ് കൗൺസിൽ ജനറൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. I am very happy to announce the inauguration of our Lulu hypermarket in Sinomi Mall. ഞങ്ങളുടെ 72ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ഡിപ്ലോമാറ്റ്സും ഒഫീഷ്യൽസും ഈ ചടങ്ങിൽ പങ്കെടുത്തു. അവർക്കൊക്കെ നന്ദി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2030 വിഷൻ അതനുസരിച്ച് മുന്നോട്ട് പോവാണ്. അത് 2030 100 ഷോപ്പ് സൗദി അറേബ്യയിൽ തുടങ്ങാമെന്ന് ഞാൻ 4 കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ 72 എത്തി. 10,157 സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഹൈപ്പർ മാർക്കറ്റ്. ഗ്രോസറി, പഴം, പച്ചക്കറി, ബേക്കറി, മത്സ്യം, ഇറച്ചി, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. '30 100 സ്റ്റോറുകൾ എന്ന ലക്ഷ്യത്തിലേക്കായി നഗരാതിർത്തികളിലേക്കും സാന്നിധ്യം വിപുലമാക്കും. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. സൂപ്പർ ലീഗ് കേരളയിൽ തൃശൂർ ഫൈനലിൽ. സെമി ഫൈനലിൽ മലപ്പുറത്തെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മാർക്കസ് ജോസഫിന്റെ ഹാട്രിക് മികവാണ് തൃശൂരിന് കരുത്തായത്. 19 നടക്കുന്ന ഫൈനലിൽ കണ്ണൂരാണ് തൃശൂരിന് എതിരാളി. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിന്റെ 2ാം ഫൈനലിസ്റ്റുകളായി തൃശൂർ മാജിക് FC യോഗ്യത നേടിയിരിക്കുകയാണ്. കണ്ണൂർ FC ആണ് അവരുടെ എതിരാളികൾ. ഫൈനലിലെ 19-ാം തീയതി കണ്ണൂർ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടക്കുക. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇന്ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നത്. കരുത്തരായ മലപ്പുറത്തിനെ 1-3 ഗോളുകൾക്ക് തകർത്താണ് തൃശൂർ ആതിഥേയ ടീമായി ഇന്ന് ഹോം ഗ്രൗണ്ടിൽ അവരുടെ ഏറ്റവും മനോഹരമായ പ്രകടനം കാഴ്ചവെച്ച് അവർ ഫൈനലിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഈ ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു ടീമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. മലപ്പുറം നമുക്കറിയാം, ഹോം മത്സരങ്ങൾ അല്പം പതറിയെങ്കിൽ പോലും എവേ മത്സരങ്ങളിൽ വളരെ മനോഹരമായി കളിക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കണ്ടത്. 2 ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. തുടരെ ആക്രമണങ്ങൾ 2 ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഫ്രീ കിക്കിൽ നിന്ന് മാർക്കസ് ജോസഫ് അവരുടെ ആദ്യ ഗോൾ, തൃശ്ശൂർ മാജിക് FCയുടെ ആദ്യ ഗോൾ നേടി അവരെ ഒപ്പമെത്തിക്കുന്നു. പിന്നീട് മലപ്പുറത്തിൻ്റെ മൊറോക്കൻ താരം, അവരുടെ ഒരു മൊറോക്കൻ താരത്തിൻ്റെ ഒരു കിടിലൻ ഫ്രീ കിക്കിലോടുകൂടി അവരെ സമനില പിടിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ലീഡ് നേടാനായിട്ട് 2 ടീമുകളും ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശേഷം നമ്മൾ പല താരങ്ങൾ ബോക്സിലേക്ക് അടുക്കുന്നത് കണ്ടു. പക്ഷേ ഗോൾ മാത്രമാകുന്നു നിന്നു. എന്നാൽ മാർക്കസ് ജോസഫിൻ്റെ ഒരു മിന്നും പ്രകടനം, എന്തിനാണോ ആ താരത്തിനെ ടീമിലേക്ക് എത്തിച്ചത്, അത് ഇന്ന് അദ്ദേഹം കാണിച്ചു തന്ന ഒരു കിടിലൻ സ്ട്രൈക്കർ പ്രകടനം. സ്ട്രൈക്കർ എങ്ങനെ കളിക്കണോ ആ ഒരു പ്രകടനം മാർക്കസ് ജോസഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 2 ഗോളുകൾ കളിയുടെ അവസാന നിമിഷം നേടിക്കൊണ്ട് ആ മത്സരം സീൽ ചെയ്യുകയാണ്. ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ സീസണിൽ തൃശ്ശൂർ മാജിക് FC ഏറ്റവും അവസാനക്കാരായാണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഇക്കുറി ഫൈനലിന് അവർ യോഗ്യത നേടിയിരിക്കുകയാണ്. ആ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ആ ഒരു ഫൈനൽ മത്സരത്തിന് 19-ാം തീയതി കണ്ണൂർ നടക്കുന്ന ഫൈനൽ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തൃശ്ശൂർ മാജിക് FC വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്, ദ ക്ലാസിക് പോരാട്ടം. ജിദ്ദ സീസണിന്റെ ഭാഗമായി നഗരത്തിൽ വിന്റർ വണ്ടർലാൻഡിന് തുടക്കമാകുന്നു. അന്താരാഷ്ട്ര വിന്റർ ഫെസ്റ്റിവലിന് സമാനമാണ് പദ്ധതി. വിനോദത്തോടൊപ്പം റെസ്റ്റോറന്റുകളും പരിപാടികളും വണ്ടർലാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞുമൂടിയ ഉത്സവാന്തരീക്ഷത്തിലുള്ളതാണ് വിന്റർ വണ്ടർലാൻഡ്. മഞ്ഞിൽ കളിക്കാനും ആസ്വദിക്കാനും ഇവിടെ അവസരമുണ്ട്. കിങ് അബ്ദുൽ അസീസ് റോഡിൽ കോർണിഷിന് സമീപം ഒരുക്കിയ കേന്ദ്രം ഡിസംബർ 19-ന് ഉദ്ഘാടനം ചെയ്യും. ലോകോത്തര ഫെസ്റ്റിവലാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. പ്രതിദിനം 15,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് വേദി.
കുടുംബങ്ങൾക്കും മറ്റും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പരിപാടികൾ അരങ്ങേറും. ടോയ് ടൗൺ, നോർത്ത് പോൾ, വൈൽഡ് വിന്റർ, ഫ്രോസ്റ്റ് ഫെയർ എന്നിങ്ങനെ വിവിധ സോണുകളുണ്ട്. തത്സമയ സംഗീത പരിപാടികളും വണ്ടർലാൻഡിന്റെ ഭാഗമാണ്. മീഡിയ 1 ജിദ്ദ. സൗദി അറേബ്യയിലെ യാംപുവിൽ ചെങ്കടലിന്റെ തീരത്ത് ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു വിസ്മയ കാഴ്ചയുണ്ട്. അതാണ് യാംപുവിലെ ഹിസ്റ്റോറിക്കൽ ഏരിയ. മരുഭൂമിയുടെ കഥകൾക്കപ്പുറം കടലിന്റെയും കച്ചവടത്തിന്റെയും പഴമയുടെയും കഥ പറയുന്നയിടം. ഹിജാസി വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഇവിടെയുള്ള ഓരോ കെട്ടിടവും. കടലിൽ നിന്നുള്ള പവിഴപ്പുറ്റുകളും കല്ലുകളും ഉപയോഗിച്ചാണ് ഈ പുരാതന വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. റവാഷൻ എന്നറിയപ്പെടുന്ന കൊത്തുപണികൾ നിറഞ്ഞ തടിയിൽ തീർത്ത ജനാലകൾ ഈ തെരുവുകൾക്ക് നൽകുന്നത് രാജകീയ പ്രൗഢിയാണ്. ഒരുപാട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏരിയകളും വളരെ പ്രസിദ്ധമായ കുറേ ചരിത്രങ്ങളും ഇന്ന് ഇവിടെ അതിൻ്റെ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടുന്ന് പരമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കാലത്ത് തീർത്ഥാടകരുടെയും കച്ചവടക്കാരുടെയും പ്രധാന ഇടത്താവളമായിരുന്നു യാംപു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ചരിത്രപ്രസിദ്ധനായ ലോറൻസ് ഓഫ് അറേബ്യ താമസിച്ചിരുന്ന ഭവനം ഇന്നും ഇവിടെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചുമരുകൾക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥകളാണ്. ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ലോറൻസ് ഓഫ് അറേബ്യ, ടി ലോറൻസ്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ഇപ്പോഴും അതേപടി തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1836 സനൂസി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബിൻ അലി സനൂസി അദ്ദേഹം സ്ഥാപിച്ച സനൂസി മസ്ജിദ്, അത് ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂര്യാസ്തമയത്തോടെ യാംപു കൂടുതൽ സുന്ദരിയാകുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് സൂക്കല്ലയിൽ അഥവാ നൈറ്റ് മാർക്കറ്റ്. പണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തുറന്നിരുന്ന ഈ വിപണി ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും അറേബ്യൻ രുചികളും നിറഞ്ഞ ഊഷ്മളമായ അന്തരീക്ഷം. ഇവിടെ ഡെയിലി നൈറ്റ് മാർക്കറ്റിൽ വരാറുണ്ട്. പിന്നെ സൂക്കിൽ പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ടീ ഓർ കോഫി ഒക്കെ ഇവരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ പിന്നെ എൻജോയ് ചെയ്യാറുണ്ട്. കൂടുതൽ ഡെയിലി നൈറ്റിലാണ് നമ്മൾ വരാറുള്ളത്. സൗദി അറേബ്യയുടെ ടൂറിസം ഭൂപടത്തിലെ ഈ പവിഴദ്വീപ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. പഴമയെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് എപ്പോഴും സന്ദർശിക്കാൻ പറ്റുന്ന ഒരിടമാണ് യാംപു ഹിസ്റ്റോറിക്കൽ ഏരിയ. യാംപുവിൽ നിന്നും നിയാസ് യൂസഫ്, മീഡിയ 1.